ഇസ്രായേൽ ഹമാസ് വാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹമാസ് പൂർണ്ണമായിട്ടും ബാക്ക് ഫൂട്ടിലായി. അവർക്ക് എങ്ങനെയെങ്കിലും വെടിനിർത്തൽ വേണം. ഹോസ്റ്റേജസിനെ കൊടുക്കാൻ തയ്യാറാണ് പൂർണ്ണമായിട്ട്. അവരുടെ കണ്ടീഷൻ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പഴയത് ഒരു 1000-1500 പേരെയാണ് ഇപ്പം അവർക്ക് 100ഓളം പാലസ്തീൻ ഭീകരന്മാരെ അറസ്റ്റ് ചെയ്തവരെ വിടണം. അതായത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി. അതിൻ്റെ കാരണം ഈ പറയുന്ന ഫറായിൽ, ഈജിപ്തിൻ്റെ ബോർഡറിൽ 2 ദിവസം മുമ്പ് ഇസ്രായേലി സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് രാത്രി 2:30 നടത്തിയൊരു റെയ്ഡാണ്. ഒരു ബിൽഡിങ്ങിനകത്ത് കയറുന്നു, അവിടെ റെയ്ഡ് ചെയ്യുന്നു. ഏകദേശം 76ഓളം പേര്, അതിനകത്ത് പകുതിയോളം പേര് ഹമാസ് ടെററിസ്റ്റുകളാണ്. അവരെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് 2ഓളം ഹോസ്റ്റേജസിനെ അവിടുന്ന് റിലീസാക്കുന്നു. അത് കഴിഞ്ഞൊരു ഫുട്ടേജ് അവർ റിലീസ് ചെയ്തു. അതായത് ഹമാസിൻ്റെ ഭീകരൻ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ടണലിൽ കൂടെ യാത്ര ചെയ്യുന്നതും ഒക്കെ പരിപാടികൾ. അതായത് എന്തുകൊണ്ടാണ് ഹമാസ് ബാക്ക് ഫൂട്ടിലായത്? പ്രധാനപ്പെട്ട കാരണം യുണൈറ്റഡ് നേഷൻ്റെ ഓഫീസിൻ്റെ അണ്ടർഗ്രൗണ്ട് ഹമാസ് ടെറർ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നു. അത് കൈയോടെ പിടിച്ചു. രണ്ടാമത്, യുണൈറ്റഡ് നേഷന് പോലും പിടികിട്ടുന്നില്ല, അവരുടെ ജോലിക്കാർ, വളരെയധികം ജോലിക്കാർ ഹമാസ് ടെററിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി വേറെ തമാശ ഉണ്ടായേക്കുന്നത്, അൽ ജസീറയുടെ റിപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നവർ അവർ ഹമാസ് ഭീകരന്മാരാണ്. അതായത് പത്രം എന്നൊക്കെ വെച്ചിട്ട് പ്രസ് എന്നും പറഞ്ഞ് നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ പലതും ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇസ്രായേൽ നേരിടുന്ന പ്രഷർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഭാഗത്ത്, അതായത് ഈജിപ്റ്റുമായിട്ട് ചേർന്ന് പോകുന്ന ആ ഭാഗത്താണ്. ആ സിറ്റിയാണ് ലാസ്റ്റ് അവർക്ക് പിടിക്കുവാനുള്ളത്. അതിനകത്ത് ഏകദേശം 11 ലക്ഷത്തോളം പലസ്തീൻകാരുണ്ട്. അപ്പം അവിടെയാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട താവളമായിട്ട് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. നോർത്തേൺ ഗാസയിൽ നിന്നും സദേൺ ഗാസയിൽ നിന്നും മുഴുവൻ ഇങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്തു. ഇതിനകത്ത് പെട്ടുപോയേക്കുന്നത് ഈജിപ്റ്റാണ്. കാരണം ഇവിടെ ഇസ്രായേൽ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ, ഈ സിറ്റി പിടിക്കാൻ നോക്കുമ്പോൾ ഈ 11 ലക്ഷത്തിൽ ഏകദേശം 8 ലക്ഷത്തോളം പേര് ഈജിപ്തിലോട്ടൊക്കെ പോകും. അപ്പോൾ ഈജിപ്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഈജിപ്തിൻ്റെ കംപ്ലീറ്റ് അവരുടെ ലോ ആൻഡ് ഓർഡറും സിറ്റുവേഷൻ മുഴുവനും കൊളാപ്സ് ആവും. ഒന്നാമത് ഈജിപ്തിൻ്റെ സാമ്പത്തിക വല്ലാത്ത കഷ്ടത്തിലുമാണ്. അപ്പോൾ ഈജിപ്റ്റ് ഇപ്പം എന്താ ചെയ്യുന്നത്? അവരുടെ ബോർഡറിൽ അവരുടെ പാറ്റൻ ടാങ്ക് കൊണ്ട് ഉരുട്ടും, ആരും ഇങ്ങോട്ട് വരണ്ട. അതേപോലെ തന്നെ ലെബനൻ, അവർക്ക് ഭയം ഈ പറയുന്ന 11 ലക്ഷത്തിൽ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകും. അതായത് അറബ് രാജ്യങ്ങളൊന്നും തന്നെ ഇവരെ അങ്ങോട്ട് കയറ്റുവാൻ തയ്യാറല്ല. മറ്റേ യൂറോപ്പിനും ഭയമാണ്. കാരണം ഇത് ഈ 11 ലക്ഷത്തിൽ കുറച്ച് ആൾക്കാർ അവിടുന്ന് ഇവിടുന്നൊക്കെ വള്ളം കയറിയിട്ടത് യൂറോപ്പിൽ പോകാൻ സാധ്യതയുണ്ടോ? അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ വളരെ അപ്രിഹെൻഷനായേക്കുന്നത്. കാരണം ഇവരവിടുന്ന് എല്ലാം കൂടെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഇതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം എത്രയും വേഗം ഉണ്ടാക്കണം എന്ന് യൂറോപ്യൻ യൂണിയൻ, അതേപോലെ അമേരിക്ക, മറ്റുള്ള രാജ്യങ്ങളെല്ലാം പറയും. പക്ഷേ ഇസ്രായേൽ ഇതിനൊന്നും തയ്യാറല്ല. ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി ബെന്നി ഗ്രാൻസ്, അദ്ദേഹം പറയുന്നൊരു ന്യായമുണ്ട്. തൽക്കാലം ഇപ്പോൾ വെടിനിർത്തുക, ഈ ഹോസ്റ്റേജസിനെ മുഴുവനും എടുക്കുക, പിന്നീട് ഹമാസിനെ നേരിടുക. ഏതായാലും ഇസ്രായേലിന് ഈ പറയുന്ന ഈജിപ്തിനടുത്തുള്ള ഈ സിറ്റി പിടിക്കുക എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പ്രഷർ കൂടും. ഏകദേശം ഇതിനകത്ത് ഈ 11 ലക്ഷത്തിനകത്ത് മിനിമം ഒരു 50,000-60,000 പേര് കൊല്ലപ്പെടും. ഇവരെങ്ങോട്ട് പോകണം? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം ഇവർ ആ രാജ്യം വിട്ട് പോകേണ്ടി വരും. ഈ രാജ്യം വിട്ടു പോയി കഴിഞ്ഞാൽ ഹമാസ് ഇല്ലാതായി. അതേ ഏകദേശം ഹമാസ് തന്നെ പറയുന്നത്, CIA റിപ്പോർട്ട് ചെയ്യുന്നതും അത് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം 11,000-ത്തിലധികം ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. ഏകദേശം 8,000-ഓളം ഹമാസുകാർ സീരിയസ്ലി ഇഞ്ചുവേർഡായി. ഇതാണ് അവരുടെ ലേറ്റസ്റ്റായിട്ട് പറയുന്നത്. അവർ തന്നെ പറയുന്നു, അവരുടെ ഹെൽത്ത് മിനിസ്റ്റർ തന്നെ പറയുന്നു, 28,000 പേര് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. പലസ്തീൻകാരെ ഇവരെല്ലാം ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. അവസാനം മറ്റൊരു കാര്യം അറിയുക, ഹമാസിനെ പിന്തുണച്ചവരെല്ലാം പുറകോട്ട് പിന്മാറി. ഹൂത്തി നിശബ്ദമായത് കണ്ടോ? അമേരിക്ക 2 ബോംബിട്ടു, ശരിക്കുമായിട്ട് കൊണ്ട് ടാർഗറ്റ് ചെയ്തപ്പോൾ ഹൂത്തി അങ്ങ് പിന്മാറി. ഹൂത്തി പേടിച്ചു പോയി. കാരണം അവർ ഒത്തിരി ആൾക്കാർ കൊല്ലപ്പെട്ടു.
പിന്നീട് നിങ്ങളൊരു ഫോട്ടോയും ചില റിപ്പോർട്ടും കണ്ടു കാണും, ഒരു ഇൻ്റർനാഷണൽ മാഗസിനിലൊക്കെ വരുന്നുണ്ട്. അവർ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക. ഇനി മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് യമനിൽ. കാരണം ഹൂത്തികൾ വന്ന ശേഷം യമൻ വിട്ടുപോയവർ എങ്ങനെയെങ്കിലും അമേരിക്ക ഹൂത്തികളെ പുറത്താക്കുവാണെങ്കിൽ, അവരെ ഒതുക്കുവാണെങ്കിൽ അവർക്ക് തിരിച്ചു വരണം അവരുടെ നാട്ടിൽ. ഇതാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രശ്നം. സിമ്പിൾ പ്രശ്നമാണ്. ഇതാണ് ഇവർ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അവിടെ ഉള്ളവർക്ക് തിരിച്ചു വരണം. കാരണം അവരുടെ കിടക്കയും കൂടും എല്ലാം നഷ്ടപ്പെട്ട് യമനിൽ നിന്ന് പോയത്. അപ്പോൾ അവരിപ്പം തിരിച്ചു വരാനുള്ള ആഗ്രഹത്തിലാണ്. കാരണം എങ്ങനെയെങ്കിലും അമേരിക്കൻ ബ്രിട്ടനെ ഇവനെ തുലച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ രാജ്യത്ത് തിരിച്ചു വരണം. ഇതൊക്കെയാണ് ഇന്ന് വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ തമാശ രൂപേണ നടക്കുന്നത്. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് പല ആവർത്തി ആൻ്റണി ബ്ലിങ്കനും ഒക്കെ പറയുന്നുണ്ട് ഇസ്രായേലിനോട്, ഒരു ട്രൂസ് വരട്ടെ, ഹോസ്റ്റേജസിനെ മേടിക്കുക, തൽക്കാലം ഈ പറയുന്ന ഫറാന്ന് പറഞ്ഞ രാജ്യത്ത് ആ പ്രവിശ്യയിൽ ആ ഭാഗത്തോട്ട് കയറണ്ട. കാരണം കയറി കഴിഞ്ഞാൽ ഇത്രയും പേര് കൊല്ലപ്പെടും. ഈ പാലസ്റ്റീൻകാരെന്ന് പറയുന്ന ജനങ്ങൾ തന്നെ ഇപ്പോൾ മടുത്തു ഈ ഹമാസിനെ കൊണ്ട്. കാരണം അവർക്കും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. അവർ തന്നെ അവർ വീടുകളിൽ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങി. പിന്നെ കേരളത്തിലെ ചില പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഹമാസിൻ്റെ അൽ ജസീറ ചാനലിലെ ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുന്നു. ആരാണ് ഇവർ? ബേസിക്കലി അൽ ജസീറയുടെ എല്ലാ വാറുകളും നടക്കുമ്പോഴും അതിനകത്ത് ഇതേപോലെ മിലീഷ്യ ഭീകരാക്രമണമൊക്കെ നടക്കുമ്പോൾ ഭീകരന്മാരുമായിട്ട് കണക്ടിവിറ്റിയും ബന്ധമുള്ളവർ പത്രക്കാരാണെന്നും പറഞ്ഞ് നടക്കും. അല്ലാതെ ഇവർക്ക് പത്രമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെ വന്ന ആൾക്കാർ ഈ പത്രക്കാരെ ബോംബ് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത് കുറച്ച് ലിമിറ്റേഷനുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യരുത് എന്നൊരു ഇൻ്റർനാഷണൽ ലോ ഒക്കെ പറയുന്നുണ്ട്, റിപ്പോർട്ടിങ്ങിന് വന്നേക്കുകയാണ്. അങ്ങനെ അൽ ജസീറയുടെയും അങ്ങനെ അവിടെ പല ലോക്കൽ ചാനലിലെ ആളുകൾ അവിടെ പലയിടത്തും ഇവരുടെ വീടുകളിലൊക്കെയാണ് ഭീകരന്മാർ ഈ വെപ്പൺസൊക്കെ കൊണ്ട് ഒളിച്ചു വെക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇസ്രായേൽ ബോംബ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പേര് ഇവിടെ മരിച്ചു പോയത്. ബേസിക്കലി ഇവർ പത്രക്കാരെന്ന് പറയും. ഇപ്പം കേരളത്തിലെ ഈ SDPI അതേപോലെ തന്നെ മറ്റുള്ള ചില പത്രങ്ങളുണ്ട്. ഈ പത്രത്തിനകത്ത് 60% പേരും വർഗീയവാദികളാണ്. ഇവരെ എങ്ങനെ പത്രക്കാരാന്ന് പറയാൻ പറ്റുന്നത്? ഇവരിന്ന് പറയുന്നത് മുഴുവനും വർഗീയതയാണ് പറയുന്നത്. ഭീകരന്മാർക്ക് അനുകൂലമായിട്ടാണ് പറയുന്നത്, ഹൂത്തിക്ക് അനുകൂലമായിട്ട് പറയുന്നത്. ഹൂത്തി എന്തിനാ അനുകൂലമായിട്ട് പറയുന്നത്? അതിന് എന്തിനാ ഇനി ബേസിക്കലി ചോദ്യമാണ്, ഹൂത്തി എന്തിനാ അനുകൂലിക്കുക? അവൻ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ നടക്കുക, ഇസ്ലാമിക രാജ്യങ്ങളെ നശിപ്പിക്കാൻ നടക്കുക. അതിനനുകൂലമായിട്ട് പറയുന്നവരുണ്ട് കേരളത്തിൽ. അതേപോലെ തന്നെ തീവ്ര മിലീഷ്യ ഹിസ്ബുള്ള അവരെ അനുകൂലമായിട്ട് പറയുന്നുണ്ട്. ഹമാസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ പല രാജ്യത്തും ഉണ്ട് ഇതേപോലെ ആളുകൾ. അപ്പം ഈ പോകുന്നവർ തന്നെയാണ് ഇവരെ എങ്ങനെ ജേർണലിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്? അവിടെ ബോംബ് ചെയ്തു, കറക്റ്റായിട്ട് അവിടെ ബോംബ് ചെയ്തു. അവർ ബോംബ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇനി നോക്കുക, ഹിസ്ബുള്ളയുടെ കാര്യം പൂർണ്ണമായിട്ട് പിന്മാറി. എന്താ പേര്? ഭയന്നു പോയി. ഹിസ്ബുള്ളയുടെ ഒരു നേതാക്കളും പുറത്തോട്ട് വരുന്നില്ല, ആരും പത്രസമ്മേളനം നടത്തുന്നില്ല. ഇവർ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നത് തന്നെ എത്രയോ ടണലിനകത്ത് പോയിരുന്ന പത്രസമ്മേളനം അതുപോലും ഭയന്നു പോയി. ബെയ്റൂട്ടിനകത്താണെങ്കിൽ ഹമാസിൻ്റെ ലീഡേഴ്സിനെ മുഴുവൻ അവിടുന്ന് ഓടിക്കുക. കാരണം അവിടുത്തെ ലോക്കൽസ് ഉൾപ്പെടെയാണ് മരിച്ചു വീഴുന്നത്. ഇറാൻ്റെ സംഭവം കണ്ടല്ലോ, പൂർണ്ണമായിട്ടും ബാക്ക് ഫൂട്ടിലോട്ട് പോയി. ഇനി ആരാണ് ഈ ഹമാസിനെ പിന്തുണയ്ക്കാനും പാലസ്തീനെ പിന്തുണയ്ക്കാനുള്ളത്? ഇനി മനസ്സിലാക്കുക, ഇപ്പോഴും ഈ പാലസ്തീനെ ഹമാസിനെയും പിന്തുണയ്ക്കാനുള്ള രാജ്യങ്ങൾ ഈ അമേരിക്കയും യൂറോപ്പും മാത്രമേ ഉള്ളൂ. മറ്റുള്ള അറബ് രാജ്യങ്ങൾ പോലും പിന്മാറി. ആദ്യത്തെ വാർ തുടങ്ങി, അതായത് October 7 ഇവർ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് കൊട്ടി ആഘോഷിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ശരിക്കും ബൊമ്പാർഡ്മെൻറ്റ് നടത്തി പിടിച്ചങ്ങെടുത്തു കഴിഞ്ഞപ്പോൾ സംഭവം അങ്ങ് തീർന്നു. വളരെ സിമ്പിളായിട്ട് പറയാം, ഈ വാറിന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇസ്രായേൽ വിജയിക്കും, ഇത് ഇസ്രായേലിൻ്റെ കൂടെ ആയിരിക്കും അവസാനം എല്ലാവരും കൂടെ പോകുന്നത്. ഹമാസ് എന്ന് പറയുന്നത് ഇല്ലാതാകുക മാത്രമല്ല, പാലസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യം അടുത്ത 100 വർഷത്തേക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ആ രീതിയിലാണ് October 7 ഇവരുണ്ടാക്കിയ ഓരോ കോനാമ്പീച്ചകൾ അവസാനം വന്ന് വലിക്കുന്നത്. എത്രായിരം പേരാണ് മരിച്ചത്, എത്രായിരം പേരാണ് ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടത്. അവസാനം ഇവരെന്ത് നേടി? ഹൂത്തികൾ എന്ത് നേടി? ഹിസ്ബുള്ള എന്ത് നേടി? ഇറാൻ എന്ത് നേടി? ഇറാൻ്റെ എത്ര ഓഫീസേഴ്സാണ് മരിച്ചു പോയത്? ഇത് മാത്രമാണ് സംഭവിക്കുന്നത്. അതാണ് പ്രൊഫഷണൽ ഫോഴ്സും ഒരു മിലിഷ്യ ഫോഴ്സും തമ്മിൽ അറ്റാക്ക് ചെയ്താൽ അതിൻ്റെ അവസാന വിജയം എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ഫോഴ്സിനാണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് ഈ ട്യൂണീഷ്യ, യമൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഈ മിലീഷ്യ ഫോഴ്സ് അവിടെ സക്സസ് ആയി.
അതിൻ്റെ പേരിൽ ഇവിടെ ഇസ്രായേലിന് മുകളിലും അമേരിക്കയുടെ മുകളിലും ബ്രിട്ടൻ്റെ മുകളിലും സക്സസ് ആകുമെന്നാണ് ഇവർ വിചാരിച്ചത്. ഇതാണ് ഈ പൊട്ടന്മാർക്ക് ഈ ഗ്ലോബലായിട്ടുള്ള വാർഫെയറിനെ പറ്റി ഒരു പുല്ലും അറിയത്തില്ല. അതിൻ്റെ അവസാന റിസൾട്ടാണ് ഇപ്പോൾ ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.